അങ്ങനെ ഡൈവേഴ്സ് കേസ് എതിർ കക്ഷികൾ ഹാജരാകാത്തത് കൊണ്ട് എസ് പാർട്ടിയായി എനിക്ക് അനുകൂലമായുള്ള വിധി വന്നു. അതവിടെ കഴിഞ്ഞു. അതിൻ്റെ ഫീസുകളും ബാക്കിയുള്ളതെല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് മോഡ കേസ് കൊല്ലം സെഷൻ കോടതിയിൽ. അവിടുന്ന് നല്ല രീതിയിലെല്ലാം മാഡം വാദിച്ചു. നമ്മൾക്ക് ഈ അന്വേഷണം പോരാ, ഇതിൽ തൃപ്തികരമല്ല എന്നുള്ള വാദം വാദിച്ചു. നമ്മൾ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങണം, അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഈ സെക്ഷൻ കോടതിയിൽ ആ കേസിന് ഒരു ഫീസ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് തന്നെയാണ് അവിടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഓരോ ഹിയറിങ്ങിനും 2500 രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേ ആയിരുന്നു, വീണ്ടും വിചാരണ തുടങ്ങി. ഈ അടുത്ത ഡേറ്റിലായിരുന്നു കേസ് വിളിച്ചത്. അങ്ങനെ അവിടെ നിന്നു കേസെല്ലാം നടന്നു വരുന്ന സമയത്ത് ഈ മാഡം എന്നോട് പറഞ്ഞത്, സാർ ഒരു സൈനികനാണ്, സാറിന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് ആർക്കാണ് നീതി കിട്ടുന്നത്? നമ്മൾ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും, CBI അന്വേഷണം മേടിച്ചിരിക്കും, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിരിക്കും. അത്രയ്ക്ക് ആത്മാർത്ഥതയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാഡം എന്നോട് പറയുന്നത്, സാറേ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട്, അതിന് നമ്മൾക്ക് തിരികെ കിട്ടിയില്ല, അവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. 3 പ്രതികൾക്കുമെതിരായി നമ്മൾക്ക് കോമ്പൻസേഷന് കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു, മാഡം, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടില്ലെങ്കിൽ പൈസ കിട്ടിയതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? വേണ്ട, എനിക്ക് അങ്ങനെയുള്ള കാശ് വേണ്ട. എൻ്റെ മകൾ പോയത് പോയി. ഞാൻ വളരെ നിർബന്ധിച്ചവരടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങനൊരു കേസ് വേണ്ട എന്ന്. പറ്റത്തില്ല സാറേ, കൊടുത്തേ പറ്റത്തുള്ളൂ. ആ കൂട്ടത്തിൽ തന്നെ സഞ്ജു കിരൺ എന്ന് പറയുന്ന ഒരു വക്കീലും വന്നു. അദ്ദേഹവും പറഞ്ഞു, സാറേ പറ്റില്ല, സാറ് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു സൈനികനാണ്, നമ്മൾക്കെന്തായാലും 1 കോടി രൂപയുടെ വരെ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എന്താണ് വെച്ചാൽ ചെയ്യും. കാരണം നമ്മൾ അവരുടെ ഈ കേസ് കൊണ്ട് കൊടുത്തു പോയില്ലേ. നമുക്ക് ഈ കേസിന് മഴയ്ക്ക് നടന്ന ഒരു ശീലവും ഇല്ല, പരിചയവും ഇല്ല. അവർ പറയുന്നത് നമ്മൾ ശരി, ലാസ്റ്റ് സമ്മതിച്ച് അവർ പുറകിന് കൂടി കഴിഞ്ഞപ്പം ഇനി ഹൈക്കോടതിയിലും കേസിന് പോകണം, കീഴ്ക്കോടതിയിലെ കേസ് അവർ നോക്കുന്നു. അങ്ങനെ അത് സമ്മതിച്ച് കേസ് കരുനാഗപ്പള്ളി സെക്ഷൻ കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്ത്, ആദ്യം തന്നെ തെറ്റായിട്ടാണ് ഫയൽ ചെയ്തത്. അത് തുടർന്ന് പറയാം.